ഹലോ ഫ്രണ്ട്സ്, ഈ കൊടും മഴയത്ത് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് തിരുനെല്ലിയിലേക്കാണ്. തിരുനെല്ലിക്കാട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞങ്ങൾ 4 പേര്, ഞാൻ, ശ്രീകാന്ത്, റിജോ, നിതിൻ, ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്തായിട്ട് നമുക്കൊരു 1.5 കിലോമീറ്റർ കാടിനുള്ളിലേക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരാം. 1500 രൂപ മാത്രമാണ് ഇവിടുത്തെ ബുക്കിംഗ് ചാർജ്. ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഈ ഇക്കോ ടൂറിസം സെന്റർ. ഇവിടെ ഒരു ഡോർമിറ്ററി സൗകര്യമുണ്ട്, പിന്നെ 3 ബെഡ്റൂമുള്ള ഒരു ബിൽഡിങ്ങും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി അങ്ങ് ബിൽഡിങ്ങിൻ്റെ കാർ പോർച്ചിൽ വരെ കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പോയത് മഴക്കാലത്ത് ആയതുകൊണ്ട് തന്നെ എവിടെ കാല് വെച്ചാലും അട്ടയായിരുന്നു. ഇത് പിന്നെ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ സാനിറ്റൈസറും ഉപ്പും ഒക്കെ കരുതിയിട്ടാണ് പോയത്. നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ്. അതിൻ്റെ ചുറ്റുവട്ടവും നല്ല വിശാലമായൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. പിന്നെ ഡോർമെറ്ററി സൗകര്യമുള്ള ബിൽഡിങ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുപാട് മൃഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. ആനയും കടുവയും പുലിയും, അറിയാലോ, കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണിത്. ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. മഴയായതുകൊണ്ട് നമുക്കവിടെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. ഇനി ഇത് മെയിൻ്റനൻസൊക്കെ കഴിഞ്ഞ് വേനലാവുമ്പോഴത്തേക്ക് റെഡിയാവും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ വലിയൊരു മാൻകൂട്ടം ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ വരുന്ന സൗണ്ട് കേട്ട് അത് ഓടി കാട്ടിലേക്ക് പോയി. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ഇതാണ് രാത്രി കാഴ്ച ഇതിനുള്ളിലെ. ബിൽഡിങ്ങിനകത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു ഹാളാണ്. ഈ ഹാളിൽ നിന്നാണ് നമുക്ക് 3 ബെഡ്റൂമിലേക്ക് പോകേണ്ടത്. വലിയ ബെഡ്റൂമുകളാണ്. 4 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. വലിയ ബാത്റൂം സൗകര്യമുണ്ട്. നല്ല സൗകര്യമുള്ളൊരു സ്റ്റേ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് കാളന്തിയിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ കാളന്തിയിൽ. അപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡിലെത്തി. ഇനി നേരെ കാളന്തിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ തിന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കരിവീരന്മാരെ കാണാതെ തിരുനെല്ലി യാത്ര ഒരിക്കലും പൂർത്തിയാവില്ലല്ലോ. മഴക്കാലത്തിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ട് കാളന്തി അങ്ങനെ നുരഞ്ഞു പതഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ജീവികൾക്കും പ്രകൃതിക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്ര തവണ പോയാലും മടുക്കാത്ത, തിരിച്ചു വരാനേ തോന്നാത്ത എന്തോ ഒരു മാജിക് ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഞങ്ങളങ്ങനെ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കി മുകളിൽ കയറി ഒരു ചായക്കടയിൽ നിന്ന് ചായയും ദോശയൊക്കെ കഴിച്ചാണ് പതുക്കെ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം മാനം വീണ്ടും കറുത്ത് നല്ല മഴക്കോള് വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യുന്നുള്ള അവസ്ഥയിൽ തന്നെയാണ്. പറഞ്ഞു തീർന്നില്ല. വണ്ടിയിലെത്തുന്നതിന് മുമ്പായിട്ട് നല്ല ഓരിച്ചൊരിയുന്ന മഴയാണ് പെയ്തത്. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു മഴയെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര പൂർത്തിയാക്കി തിരുനെല്ലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോന്നു. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. നിങ്ങൾ ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലമായിരിക്കാം. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.